ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. കാത്തിരിപ്പിന് വിട. മുട്ടിക്കടവ് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2020-21 ബജറ്റിൽ ഉൾപ്പെടുത്തി 6,20,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 90 മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് 4 സ്പാനുകളാണുള്ളത്. പാലത്തിന് 7.5 മീറ്റർ വീതിയുള്ള കാരേജ് വേയും 1.35 മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ 9.5 മീറ്റർ വീതിയുണ്ട്. മുട്ടിക്കടവ് ഭാഗത്ത് 217 മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് 80 മീറ്റർ നീളവുമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. പുഷ്പവല്ലി അധ്യക്ഷയായി. ചുങ്കത്തർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK സുരേഷ്, സൂസൻ മത്തായി, ചുങ്കത്തർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി, നിഷിത മുഹമ്മദ്, VP പുരുഷോത്തമൻ, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് T. രവീന്ദ്രൻ, താജ് സക്കീർ, പറമ്പിൽ ഭാവ, മാത്യു K. ആന്റണി, MA തോമസ്, വിനീഷ്, പ്രൊഫസർ അബ്രഹാം P. മാത്യു, P. മധു, ഷൗക്കത്ത് കോഴിക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈജിൻ ആൽബർട്ട് സ്വാഗതവും C. റിജോറിന നന്ദിയും പറഞ്ഞു. രീതിയിൽ മികച്ചൊരു പാലം ഇവിടെ സാധ്യമായിരിക്കുകയാണ്. ഈ നാട് ആഗ്രഹിച്ചൊരു മാറ്റമാണ് LDF സർക്കാർ സാധ്യമാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ സർക്കാരിന് 5 വർഷം വേണ്ടി വന്നില്ല. 3.5 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016 മുതൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുതിയ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ ഒക്കെ വന്നു. ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളുടെ തുക പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ്. 500 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. 208 കിലോമീറ്റർ വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ അത് 22 റോഡുകളാണ്. ഇതിൽ 20 റോഡുകൾ 182 കിലോമീറ്റർ റോഡുകളും ഇന്ന് BMNBC നിലവാരത്തിൽ വരുന്നു കഴിഞ്ഞു. BMNBC എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ്. BMNBCയിലെ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു 8-10 കൊല്ലത്തേക്ക് ആ റോഡിന് ഒരു കുഴപ്പമുണ്ടാകില്ല. എന്നാൽ ചെലവ് കൂടുതലാണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ 50 ലക്ഷം ഒരു കിലോമീറ്ററിന് തന്നെ BMNBC റോഡാണെങ്കിൽ അധിക ചെലവാണ്. 2021 മെയ് 20 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ മൊത്തം റോഡുകളുടെ 50% റോഡുകൾ BMNBCയാക്കി മാറ്റി തീർക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ ആകെയുള്ള 30,000-ഓളം കിലോമീറ്റർ റോഡുകളിൽ 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കണം. 5 വർഷം കൊണ്ട് 50% റോഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് BMNBC ആക്കണമെന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ 5 വർഷം വേണ്ടി വന്നില്ല. 3.25 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 50% റോഡുകളും BMNBC റോഡുകളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നിയോജക മണ്ഡലത്തിൽ റോഡുകൾ എടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന ശരാശരിയേക്കാൾ BMNBC കൂടുതലുള്ള നിയോജക മണ്ഡലത്തെ കാണാൻ വേണ്ടി പറ്റും. MLA ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് നോക്കിയല്ല,
ഒരു നാടിന് ആവശ്യമായ പദ്ധതിയാണോ എന്ന് നോക്കിയാണ് LDF സർക്കാർ വികസനത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് ആവശ്യമായ ഒട്ടേറെ പദ്ധതികൾ ന്യായമാണെന്ന് കണ്ടുകൊണ്ടാണ് 2016 മുതൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇനിയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും വലിയ പരിഗണന സർക്കാർ നൽകും എന്നുള്ളത് ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയോര ഹൈവേ ഈ നിയോജക മണ്ഡലത്തിലൂടെയാണ് നേരത്തെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ ഇന്ത്യയിൽ ആദ്യമായി അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നു. ദേശീയപാത 66 പ്രവൃത്തി ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്ന മലയാളിയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഫണ്ട് കണ്ടെത്തി. 100-200 കോടിയല്ല, 5580 കോടി. തുടർച്ചയായി അതിന്റെ പ്രവൃത്തിക്ക് ഇടപെടൽ നടത്തി സർക്കാർ മുന്നോട്ട് പോയി. ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളി ആഗ്രഹിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി ദേശീയപാത 66 2025 ഡിസംബറോടുകൂടി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേശീയപാത 66 2025 മെയ് മാസം തന്നെ പൂർത്തീകരിക്കുന്ന കേരളത്തിൽ ദേശീയപാത 66 ആദ്യമായി പൂർത്തീകരിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയായിരിക്കും എന്നുള്ളതും കൂടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വികസന പ്രവർത്തനത്തിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് ഇനിയും നമുക്ക് യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് നിലകൊള്ളാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റൊന്നും പറയാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.